മീങ്കര അണക്കെട്ടിൽ നിന്നും 2.5 അടിയോളം വെള്ളം നെൽകൃഷിക്കായി തുറക്കും. ഗായത്രിപ്പുഴ പദ്ധതിയിലെ മീങ്കര ജലസേചന പദ്ധതിയുടെ 2ാം വിള ജലസേചനവുമായി ബന്ധപ്പെട്ട് ചേർന്ന പദ്ധതി ഉപദേശക സമിതി യോഗത്തിലാണ് വെള്ളം തുറക്കാൻ തീരുമാനിച്ചത്. വലതുകര പ്രധാന കനാലിലേക്ക് ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് തുറക്കും. ഇടതുകര പ്രധാന കനാലിലേക്ക് ബുധനാഴ്ച രാവിലെ 8-നാണ് തുറക്കുക. മുതലമട പഞ്ചായത്തിലെ വലിയചള്ള, പാപ്പാൻചള്ള, പാറക്കൽച്ചള്ള ഭാഗങ്ങളിലേക്കും പുതുനഗരം പഞ്ചായത്തിൽ വടകരപ്പാല പാടശേഖര സമിതി പരിധിയിലും വടവനൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട കൂത്താമ്പാക്ക് പാടശേഖര സമിതി, പിലാപ്പുള്ളി പാടശേഖര സമിതി എന്നിവിടങ്ങളിലെ നെൽകൃഷിക്കും വെള്ളം അത്യാവശ്യമാണ്. കർഷകർക്ക് കൃഷിക്കാവശ്യമായ വെള്ളം കനാലിലൂടെ തുറന്നുകൊടുക്കുന്നതിനൊപ്പം ശുദ്ധജല വിതരണത്തിനുള്ള വെള്ളം മീങ്കര അണക്കെട്ടിൽ ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചു. നിലവിൽ മീങ്കര അണക്കെട്ടിലെ ജലനിരപ്പ് 22.5 അടിയാണ്. അത് 20 അടിയാക്കി നിലനിർത്തും. ചുള്ളിയാർ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം വടവനൂർ ഭാഗത്തേക്ക് വലതുകര കനാലിലൂടെ നൽകാനുള്ള സാധ്യത പരിശോധിക്കാനും തീരുമാനിച്ചു. ശുദ്ധജലത്തിനായി കമ്പാലത്തറ ഏരിയയിൽ നിന്ന് 2.5 അടി വെള്ളം മീങ്കര ഡാമിലേക്ക് തുറക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന് കത്തു നൽകാനും യോഗം തീരുമാനിച്ചു. കെ ബാബു MLA അധ്യക്ഷനായി. വടവനൂർ പഞ്ചായത്ത് അധ്യക്ഷൻ KS സക്കീർ ഹുസൈൻ, മുതലമട പഞ്ചായത്ത് അധ്യക്ഷ P കൽപ്പനാദേവി, ഉപാധ്യക്ഷൻ M താജുദ്ദീൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് K മണികണ്ഠൻ, ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജീഷ് കുമാർ, ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TP ശുഭ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിത സാമുവൽ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.